ഹലോ എവ്രി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് പ്ലാസൻറ്റ പ്രീവിയ. ഓക്കെ, നമ്മൾ ഇതുവരെ പഠിച്ചില്ലേ? അതുപോലെ ഇപ്പം നമ്മളൊരു 3-4 ഗൈന കണ്ടീഷൻസ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു ടോപ്പിക്കാണ് പ്ലാസൻറ്റ പ്രീവിയ. സോ ഫസ്റ്റ്, നോർമൽ പ്ലാസൻറ്റ എവിടെയാണ് കാണുന്നത്? നമ്മൾ അബ്ഡോമൻ്റെ അപ്പർ സൈഡിലായിരിക്കും വരുന്നത് അല്ലേ? ആ പ്ലാസൻറ്റ ലോവർ സൈഡിൽ, അതായത് ബർത്ത് കനാലിനെ കവർ ചെയ്ത് വരുമ്പോഴാണ് അതിന് പ്ലാസൻറ്റ പ്രീവിയ എന്ന് നമ്മൾ പറയുന്നത്. മെയിൻലി 3 ടൈപ്പ് ആയിട്ടാണ് പ്ലാസൻറ്റ പ്രീവിയന്റെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ അതിന് പോണതിന് മുന്നേ നമുക്ക് അതിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനും ഡെഫിനിഷനും നോക്കാം. So introduction, placenta previa, a pregnancy complication affecting approximately 1 in 200 births. ഈ പ്ലാസൻറ്റ പ്രീവിയ ഒരു വലിയൊരു കണ്ടീഷൻ ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആണെന്ന് പറയാൻ പറ്റൂല, എന്നാൽ അല്ലേന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാൻ പറ്റൂല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ടൈപ്സ് അനുസരിച്ചാണ് ഇതിന്റെ കോംപ്ലിക്കേഷൻ വരുന്നത്. ഇതിന്റെ ടൈപ്പ് അനുസരിച്ചാണ് ഇതിന്റെ മാനേജ്മെന്റ്. ഇവിടെ ഞാൻ മാനേജ്മെന്റ് ജനറൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും അതിന്റെ ക്ലിനിക്കൽ സിംറ്റംസ് എല്ലാം നമ്മൾ ടൈപ്സിന്റെ ബേസിസിലാണ് ചെയ്തിരിക്കുന്നത്. സോ ഈ പ്രഗ്നൻസി സമയത്ത് ഉണ്ടാകുന്ന അതായത് ഈ പ്ലാസൻറ്റ പ്രീവിയ കൂടുതലായിട്ട് നമ്മൾ ഏതൊരു സ്റ്റേജിലാണ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 28 to 30 weeks ജസ്റ്റേഷൻ ടൈമിലാണ് നമ്മൾ ഈ പറയുന്ന പ്ലാസൻറ്റ പ്രീവിയ കണ്ടുപിടിക്കുന്നത്. നോർമലി പ്ലാസൻറ്റ പ്രീവിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പേഷ്യൻ്റ് അപ്പം തന്നെ എന്ത് ചെയ്യും? ഹോസ്പിറ്റലൈസ് ചെയ്യും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർദർ കോംപ്ലിക്കേഷൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മെറ്റേണൽ കോംപ്ലിക്കേഷനിലേക്കാളും ഫീറ്റൽ കോംപ്ലിക്കേഷൻസ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ബർത്ത് കനാലിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമുക്കറിയാലോ. സോ ഈ ബർത്ത് കനാലിനെ കവർ ചെയ്യുമ്പോൾ എന്താണ്? നോർമൽ ഡെലിവറി പോസിബിൾ ആവില്ല. പ്ലാസൻറ്റ പ്രീവിയ ഉള്ള പ്രഗ്നൻസി എപ്പോഴും കൂടുതലും സിസേറിയൻ സെക്ഷനിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രിഫർ ചെയ്യുന്നത്. സോ a definition, placenta previa is a pregnancy complication where the placenta partially or completely cover the cervix and obstructing the birth canal. മനസ്സിലായല്ലോ? Then moving to the types, totalis, partialis and marginalis. Okay, പേരിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇനി കുറച്ച് ഇത് പിക്ചർ കാണിച്ചു തരാം. ഈ പിക്ചർ നിങ്ങൾ എപ്പോൾ എക്സാമിന് ഇനി ഇതിന്റെ എന്ത് ചോദിച്ചാലും ഈ പിക്ചർ വരയ്ക്കാൻ മറക്കരുത്. അതിനി മാനേജ്മെന്റ് ആണെങ്കിലും ഈവൻ കോസസ് ആണെങ്കിലും അതല്ല എന്താണ് നിങ്ങളുടെ സിംറ്റംസ് ആണ് ചോദിക്കുന്നതെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക? പിക്ചർ വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ടോട്ടാലിസിനകത്ത് തന്നെ ഉണ്ട് ടോട്ടൽ, കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്നു. പാർഷ്യാലിസ്, പാർഷ്യലി കവർ ചെയ്യുന്നു. മർജിനാലിസ് വലിയ കുഴപ്പമില്ല ആളല്ല. ഒരു മോർ ദാൻ 3 സെന്റിമീറ്റർ, അതായത് നമ്മുടെ ബർത്ത് കനാലിൽ നിന്നും ഒരു 3 സെന്റിമീറ്റർ കൂടെ കൂടുതൽ മാറി നിൽക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്താ പറയുക? മെർജിനാലിസ് എന്ന് പറയുന്നത്. അവർ വലിയ വിഷയമുള്ള ആൾക്കാരല്ല. ദർ ഇസ് എ ഇൻക്രീസ്ഡ് ചാൻസ് ഓഫ് നോർമൽ വജൈനൽ ഡെലിവറി. കണ്ടോ? ആദ്യമേ നമ്മൾ നോർമൽ പ്ലാസൻറ്റ വരയ്ക്കണം കേട്ടോ. അപ്പം വരയ്ക്കുക, ദെൻ മെർജിനൽ വരയ്ക്കുക, പാർഷ്യൽ വരയ്ക്കുക, ടോട്ടൽ വരയ്ക്കുക. ഓക്കെ ആണല്ലോ? Then risk factors. Okay, previously പ്ലാസൻറ്റ പ്രീവിയ ഉള്ള, അതായത് ഒരു കഴിഞ്ഞ പ്രഗ്നൻസിയിൽ എനിക്കിപ്പോൾ ഒരാൾ പറയാണ് എനിക്ക് കഴിഞ്ഞ പ്രഗ്നൻസിയിൽ പ്ലാസൻറ്റ പ്രീവിയ ഉണ്ട്, ഡെഫിനറ്റ്ലി അവർ റിസ്ക് ഭയങ്കര കൂടുതലാണ്, അവർക്ക് റിസ്ക് വരാൻ. അപ്പോൾ നമ്മൾ പറയുമ്പോൾ എന്ത് പറയണമെന്ന് അറിയാമോ? 5-fold ഇൻക്രീസ്ഡ് റിസ്ക് ആണ്, അതായത് അത്രയും കൂടുതൽ റിസ്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മൾട്ടിപ്പിൾ ജസ്റ്റേഷൻ ആണെങ്കിൽ ഇപ്പം എന്താണ്, ഇപ്പം 3ാമത്തെ പ്രഗ്നൻസി ആണ് അല്ലെങ്കിൽ 2ാമത്തെ പ്രഗ്നൻസി ആണ് എങ്കിൽ അവർക്ക് റിസ്ക് ആണ്. പിന്നെ മെറ്റേണൽ ഏജ്, ഇതിപ്പം ഈ റിസ്ക് ഫാക്ടേഴ്സിൽ ഈ മെറ്റേണൽ ഏജ് എല്ലാ കണ്ടീഷനിലും എഴുതാൻ കേട്ടോ. ഓൾമോസ്റ്റ് മിക്ക കണ്ടീഷനിലും നമുക്ക് എഴുതാൻ പറ്റുന്നതാണ് മെറ്റേണൽ ഏജ്, മൾട്ടിപ്പിൾ ജസ്റ്റേഷൻ, അത് രണ്ട്. പിന്നെ എന്ത് കണ്ടീഷനാണോ അതിന്റെ പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ടെന്നും പറഞ്ഞ് എഴുതാം. ഇപ്പൊ ഒരു ജനറലി ഒരു ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ, മെഡിക്കൽ കോസസ് എന്തൊക്കെയാണ്, ഇനി കോസസ് എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാം. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ പ്രീവിയസ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ പ്രഗ്നൻസി, പ്രീവിയസ് പ്ലാസൻറ്റ പ്രീവിയ ഉണ്ടെങ്കിൽ വരാം. പിന്നെ ഉള്ളത് പ്രീവിയസ് യൂട്രൈൻ സർജറീസ് ആണ്. എന്തെങ്കിലും യൂട്രൈൻ സർജറി ചെയ്തിട്ടുണ്ട്, അപ്പോൾ പ്ലാസൻറ്റയ്ക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ലാത്തത് കൊണ്ട് പ്ലാസൻറ്റ വേറെ എവിടെയെങ്കിലും വന്നിരിക്കും, അത് കോംപ്ലിക്കേഷനിലോട്ട് മാറുന്നു. യൂട്രൈൻ സ്കാർ അല്ലെങ്കിൽ അഡഷൻസ്, ദെൻ അബ്നോർമൽ യൂട്രൈൻ ഷേപ്പ്. നോർമൽ യൂട്രൈൻ ഷേപ്പ് ആണെങ്കിൽ
നോർമലി പ്ലാസൻ്റ വന്നിരിക്കും. അബ്നോർമൽ യൂട്രൈൻ ഷേപ്പ് ആകുമ്പോൾ പ്ലാസൻ്റ അബ്നോർമലി വന്നിരിക്കും. അത്രയും ലോജിക്ക് ചിന്തിച്ചാൽ മതി. ഒരുപാട് നമുക്ക് കടന്ന് ചിന്തിക്കണം. പിന്നെ ലൈഫ് സ്റ്റൈൽ കോസസ് നമ്മൾ കഴിഞ്ഞ ഇതിലും പഠിച്ചായിരുന്നല്ലോ. ലൈഫ് സ്റ്റൈൽ കോസസ് എന്താണെന്ന് സെയിം അത് തന്നെയാണ് ഇവിടെ എഴുതുക. ലെറ്റേഴ്സ് കുറച്ച് ചെറുതായിപ്പോയി, സോറി. എന്തൊക്കെയാണ്? സ്മോക്കിംഗ്, അഡ്വാൻസ്ഡ് മെറ്റർണൽ ഏജ്, മൾട്ടി പാരിറ്റി. ദെൻ അനാറ്റമിക്കൽ കോസസ് ലൈക്ക് യൂട്രൈൻ അനോമലീസ്, ദെൻ സെർവൈക്കൽ അബ്നോർമാലിറ്റീസ്. സെർവൈക്കൽ അബ്നോർമാലിറ്റീസ് ഉണ്ടെങ്കിലും പ്ലാസൻ്റ പ്രീവിയ ഉണ്ടാവാനുള്ള റിസ്ക്കും അല്ലെങ്കിൽ ചാൻസും കോസൊക്കെ കൂടുതലാണ്. ഹോർമോണൽ കോസ്, ജനറ്റിക് കോസസ്, അതർ കോസസ്. ഇതിൽ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച കണ്ടീഷൻ ഇല്ലേ, എക്ടോപിക് പ്രഗ്നൻസി. അപ്പോൾ അതിൻ്റെ തന്നെ അതേപോലെ തന്നെയാണ് ഇതിൽ കോസ് വരുന്നത്. കുറച്ച് ഡിഫറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ജനറലി നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളിൽ സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൻ പറ്റും? നല്ല രീതിയിൽ ഡിഫൈൻ ആയിട്ട് കോസസ് എന്താണ് ഓർഡറിൽ എഴുതാൻ പറ്റും. പേപ്പർ നന്നായിട്ട് പ്രസൻറ്റേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ. സിംറ്റംസ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് സിംറ്റംസ് എന്തിൻ്റെ ബേസിസിൽ പഠിക്കാം? കണ്ടീഷൻ അല്ലെങ്കിൽ ടൈപ്സിന്റെ ബേസിസിൽ പഠിക്കാം. പെയിൻലെസ് ആയിട്ടുള്ള വജൈനൽ ബ്ലീഡിംഗ് ആയിരിക്കും. 80 to 90% കാണുന്നത് അങ്ങനെയാണ്. പെർസെൻറ്റേജ് പഠിച്ചു വെക്കണം കേട്ടോ. അത് ഓരോ സ്റ്റേജിലും അറിയാൻ പറ്റും. പിന്നെ ബ്ലീഡിംഗ് ഉണ്ടാകും. ഹെവി ബ്ലീഡിംഗ് ആയിരിക്കും. അബ്ഡോമിനൽ ക്രാമ്പിംഗ് കാണും. പെൽവിക് പ്രഷർ കാണും. ഫീറ്റൽ ഡിസ്ട്രസ് ഉണ്ടാവും. അതായത് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാസൻ്റ ടോട്ടാലിസ് ഒക്കെ വരുമ്പോഴത്തേക്ക് ഈ ഫീറ്റൽ ഹാർട്ട് റേറ്റ് കുറയാൻ തുടങ്ങും. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മൾ പറയത്തില്ലേ, ഈ എന്താണ് പ്ലാസൻ്റ പ്രീവിയ ഉള്ള ആളുകൾക്ക് പെർവജൈനൽ എക്സാമിനേഷൻ ചെയ്യില്ല എന്ന് പറയൂലേ. ചെയ്യില്ല എന്ന് പറയും. പക്ഷെ ഞാൻ ഒരു ദിവസം ഒരു പ്രാവശ്യം ഞങ്ങളിങ്ങനെ പോസ്റ്റിങ്ങിലെ ടൈമിൽ പ്ലാസൻ്റ പ്രീവിയ ആണ്, പിന്നെ ലാസ്റ്റ് സമയത്തും സ്കാൻ ചെയ്യാണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങളുടെ ആ ഡോക്ടർ ജസ്റ്റ് ഒന്ന് വജൈനൽ ഇൻസേർഷൻ ചെയ്തതേ ഉള്ളൂ. അതായത് വജൈനൽ എക്സാമിനേഷൻ ജസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ബ്ലീഡ് ചെയ്ത് അപ്പം തന്നെ എമർജൻസി CS-ന് വിട്ടു. പ്രോഗ്രസ് എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ അത് എന്താണെന്ന് എനിക്കറിയില്ല. ബേസിക്കലി എന്താണ് അങ്ങനെ റീസൺ ചെയ്തതെന്ന് അറിഞ്ഞൂല. അപ്പൊ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, പ്ലാസൻ്റ പ്രീവിയ ആണ്, പിന്നെ ജസ്റ്റ് എന്തെങ്കിലും ഒരു പ്രോഗ്രസ് എന്തെങ്കിലും ഉണ്ടാന്ന് അറിയാൻ വേണ്ടി ഞാൻ ചെയ്തതാണെന്ന് മാഡം ഇങ്ങനെ പറഞ്ഞു. എന്താണ് അതിന്റെ പിന്നിലുള്ളതെന്ന് എനിക്കറിയില്ല. ബൈ ദ വേ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ടോട്ടാലിസ് ആണെങ്കിലും കണ്ടീഷൻസ് ഒക്കെ, അതായത് പ്ലാസൻ്റ പ്രീവിയ ഉള്ള ആളുകൾക്ക് നമ്മൾ പെർവജൈനൽ എക്സാമിനേഷൻ നമ്മൾ ചെയ്യില്ല. അപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ്, സിവിയർ ആയിട്ടുള്ള ബ്ലീഡിങ് വരും. അപ്പോൾ നമ്മളൊരു എമർജൻസി CS ആണെങ്കിലും ബ്ലഡ് ലോസ് ഒത്തിരി ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ. ദെൻ പ്ലാസൻ്റ പ്രീവിയ പാർഷ്യാലിസ് ആണെങ്കിൽ 50 to 70% പെയിൻലെസ് ആയിട്ടുള്ള വജൈനൽ ബ്ലീഡിങ് ആയിരിക്കും. അതായത് ഇവിടെ പെയിൻ ഉണ്ടാവില്ല, മനസ്സിലായില്ലേ? അതാണ് ഇതിൻ്റെ ഒരു മെയിൻ തിങ് എന്ന് പറയുന്നത്. പെയിൻ കാണില്ല, പക്ഷെ ബ്ലീഡിങ് ഉണ്ടാവും. അബ്ഡോമിനൽ ക്രാമ്പ് വരും. പെൽവിക് പ്രഷർ വരും. ഈ അബ്ഡോമിനൽ ക്രാമ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി. നമ്മൾക്ക് ഒന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു 28 to 32 വീക്സിൻ്റെ ഇടയിലായിരിക്കും നമ്മൾ ഇത് കൂടുതൽ ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ സ്കാനിങ്ങിലൂടെ നമുക്ക് മനസ്സിലാവും. സോ ആ ഒരു സ്റ്റേജിൽ അപ്പോൾ നമ്മൾ പറഞ്ഞു ആ ഒരു സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ പേഷ്യൻറ്റിനെ കംപ്ലീറ്റ്ലി ഹോസ്പിറ്റലൈസേഷൻ ചെയ്യും. പിന്നെ പ്രഗ്നൻസി അടുക്കുന്നതോറും അബ്ഡോമിനൽ ക്രാമ്പ് വന്നുകൊണ്ടേയിരിക്കും. ആ ഒരു ലോജിക്കിൽ തിങ്ക് ചെയ്യുക. പെൽവിക് പ്രഷർ ഉണ്ടാവും. പിന്നെ പോസിബിൾ ഫീറ്റൽ മൂവ്മെന്റ് റെസ്ട്രിക്ഷൻ ആയിരിക്കും. പ്രോപ്പറായിട്ട് കുട്ടി മൂവ് ചെയ്യത്തില്ല. അതും എന്താണ് ഇതിൻ്റെ ഒരു ക്ലിനിക്കൽ സൈൻ ആണ്. ദെൻ ഇപ്പം മെർജിനാലിസ് ആണെങ്കിൽ എന്താണ് മൈൽഡ് ആയിട്ടുള്ള ബ്ലീഡിങ്, അബ്ഡോമിനൽ ക്രാമ്പിംഗ്, പെൽവിക് പ്രഷറും കാണും. ലെസ് അല്ലെങ്കിൽ സിവിയർ സിംറ്റംസ് ആയിരിക്കും. പിന്നെ പോസിബിൾ ഫീറ്റൽ മൂവ്മെന്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റിനെ രണ്ടിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഒത്തിരി ബ്ലീഡിങ് അല്ലെങ്കിൽ ഒത്തിരി സിംറ്റംസ് ഒന്നും സിവിയാരിറ്റി കാണിക്കൂല. ഇതിന് പ്രത്യേകിച്ച് ഒരു സിംറ്റംസ് എന്ന് പറയാനൊന്നും ഇല്ല. ഇപ്പം നിങ്ങൾക്ക് ഇതിന് മനസ്സിലായിക്കോണമല്ലോ. ഉള്ളത് എന്താണ്? ബ്ലീഡിങ് ഉണ്ടാവും. ബ്ലീഡിങ് കാണിക്കും. പേഷ്യന്റ് ബ്ലീഡിങ് കാണിക്കും. സ്കാനിങ്ങിൽ താഴെയാണെന്നും കാണിക്കും. പേഷ്യന്റ് ബ്ലീഡിങ് കാണിക്കും. ബാക്കിയൊക്കെ നോർമൽ ഒരു ഈ ക്രാമ്പും സംഭവങ്ങളൊക്കെ എന്താ പറയാ, ഒരു കൈൻഡ് ഓഫ് എന്താണ് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് വരുന്ന സിംറ്റംസ് തന്നെയാണ്. പിന്നെ മെഡിക്കൽ എന്താണ് ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ, ഹിസ്റ്ററി, ഫിസിക്കൽ എക്സാമിനേഷൻ. പിന്നെ ഇതിൽ എഴുതിയിട്ടുണ്ട് വജൈനൽ എക്സാമിനേഷൻ അവോയ്ഡ് ചെയ്യാം. പറ്റുന്നതും വജൈനൽ എക്സാമിനേഷൻ അവോയ്ഡ് ചെയ്യുക. ഇപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മൾ ഈ ലാസ്റ്റ് സമയത്തുള്ള സ്കാനിങ് കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം മാം അന്ന് എന്താ മാഡം പെർവജൈനൽ ചെയ്തിട്ടുണ്ടാകുന്നത്.
അപ്പോൾ ബ്ലീഡിങ് കണ്ടു, ഫ്രഷ് ബ്ലീഡ് ആയിരിക്കുമേ. അതായത് ഇവർക്ക് വരുന്ന ബ്ലീഡിങ്ങിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ്ലി വരുന്ന ബ്ലീഡിങ് ആയിരിക്കും. അതായത് ഇപ്പൊ നമ്മൾ പറയത്തില്ല, നമ്മൾ കൈ മുറിയുമ്പോൾ ഉള്ള ബ്ലഡും നോർമൽ വജൈനൽ ബ്ലീഡും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മളെ കൈ മുറിയുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ബ്ലീഡ് കാണില്ലേ, ആ ബ്ലീഡിങ് ആയിരിക്കും വരുന്നത്. പിന്നെ ലാബ് ടെസ്റ്റ് എഴുതുക. ലാബ് ടെസ്റ്റ് ബ്ലഡ് ടൈപ്പ് നമ്മൾ എന്തായാലും പേഷ്യന്റ് എന്തിനു കൊണ്ടുപോകും, സർജറിക്ക് കൊണ്ടുപോകും. അപ്പൊ അതിനു മുമ്പ് ബ്ലഡ് ടൈപ്പിങ്ങും ക്രോസ് മാച്ചിങ് ഒക്കെ ചെയ്യണ്ടേ, കാരണം പേഷ്യന്റ് എമർജൻസി ആയിട്ട് ബ്ലഡ് ആ കാര്യങ്ങളൊക്കെ ആവശ്യം വരും. പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, റെയർലി ആണ് MRI, പിന്നെ ട്രാൻസ്വജൈനൽ അൾട്രാസൗണ്ടും ട്രാൻസ് അബ്ഡോമിനൽ അൾട്രാസൗണ്ടും നമ്മൾ ചെയ്യും. പിന്നെ എന്താണ് ഇപ്പം എന്തൊക്കെയാണ് ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ നോക്കിയപ്പോൾ കണ്ടു, പ്ലാസന്റ നോർമലി അല്ല, സെർവൈക്കലിന് കവർ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വജൈനൽ ബ്ലീഡ് ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് പ്ലാസന്റ എവിടെയാണ് 2 സെന്റിമീറ്റർ സെർവിക്സിന് മെർജിനൽ ആണെങ്കിൽ നമ്മൾ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യും. മാനേജ്മെന്റ്, കൺസർവേറ്റീവ് മാനേജ്മെന്റ് എന്താണെന്നാണ് ആദ്യം എഴുതേണ്ടത്. ഫസ്റ്റ് എഴുതേണ്ടത് എന്താണ്, കൺസർവേറ്റീവ് മാനേജ്മെന്റ്, ബെഡ് റെസ്റ്റ്, ഹോസ്പിറ്റലൈസേഷൻ, fetal monitoring. Fetal monitoring is very 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 important. എന്താന്ന് എഴുതുക, fetal monitoring നമ്മൾ പ്രോപ്പർ ആയിട്ട് നന്നായിട്ട് മോണിറ്റർ ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന് അല്ലെ, നമ്മൾ പറഞ്ഞില്ലേ പേഷ്യന്റിനെക്കാളും മികച്ച റിസ്ക് ആർക്കാണ്, ഫീറ്റസിനാണ്. അൾട്രാസൗണ്ട് സർവൈലൻസ്, കോർട്ടിക്കോസ്റ്റീറോയിഡ് കൊടുക്കും. കാരണം ചില കേസസിൽ ഇപ്പം പ്ലാസന്റ പ്രീവിയ ആണ്, പ്രോപ്പർ ആയിട്ടുള്ള സർക്കുലേഷൻ നടക്കുന്നില്ല, കുട്ടിക്ക് അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രീ ടേം ആയിരിക്കും കുഞ്ഞ് വരുന്നത്. സോ കോർട്ടിക്കോസ്റ്റീറോയിഡ് നമ്മൾ കൊടുക്കും. നമ്മൾ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പ്ലാസന്റ പ്രീവിയ ആണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്താ കുറച്ച് എന്താണ് ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് അവർക്ക് കൊടുക്കും. ഈ സമയത്ത് നമ്മൾ CS ചെയ്യും എന്ന് വേണം മോസ്റ്റ്ലി നമ്മൾ പറയാറ്. കോർട്ടിക്കോസ്റ്റീറോയിഡ്സ് നമ്മൾ കൊടുക്കും. മെഡിക്കൽ മാനേജ്മെന്റ് ആണെങ്കിൽ ഇവിടെ സോറി കുറച്ച് എഡിറ്റ് ചെയ്യാൻ വിട്ടുപോയി. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, അയൺ സപ്ലിമെന്റ്സ് ആൻഡ് ആന്റിബയോട്ടിക്സ് കൊടുക്കും. അതായത് ഇൻഫെക്ഷൻ റിസ്ക് ഉണ്ടെങ്കിൽ. പിന്നെ നമ്മൾ പറയൂലേ എന്താണ് ഇപ്പം സർജറിക്ക് കൊണ്ടുവന്നതിന് മുമ്പ് നമ്മൾ ആന്റിബയോട്ടിക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. ആ ഒരു ലോജിക്കിൽ തിങ്ക് ചെയ്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് റിസ്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ആന്റിബയോട്ടിക്സ് കൊടുക്കും. സർജിക്കൽ മാനേജ്മെന്റ് CS ആണ്. യൂഷ്വലി 37 വീക്സിന് മുന്നേ നമ്മൾ ചെയ്യും. അതാണ് നമ്മൾ പറഞ്ഞത്, അവർ ഹോസ്പിറ്റലൈസ് ചെയ്യും. നമ്മൾ ഡേറ്റ് വരെ നോക്കത്തേ ഇല്ല പേഷ്യന്റിനെ. എന്ത് ചെയ്യും, കാരണം കുട്ടികൾക്ക് എഫക്റ്റ് ആയതുകൊണ്ട് തന്നെ 37 വീക്സിന് മുന്നേ നമ്മൾ സിസേറിയൻ സെക്ഷൻ ചെയ്ത് കുട്ടീനെ പുറത്തെടുക്കും. അതല്ല ഇപ്പോൾ ഒരു 28 വീക്കാണ്, ഒരു 30 വീക്കൊക്കെയാണ് പേഷ്യന്റ് കുഞ്ഞിന് ഒട്ടും എന്താണ് പറ്റുന്നില്ല, അല്ലെങ്കിൽ പേഷ്യന്റ് ഹെവി ബ്ലീഡിങ് കാണിക്കുന്നുണ്ട്, സിവിയർ ആയിട്ടുള്ള ബ്ലീഡിങ് കാണിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ എമർജൻസി CS ചെയ്ത് എന്ത് ചെയ്യും, കുഞ്ഞിനെ പുറത്തെടുക്കും. മനസ്സിലായല്ലോ. നഴ്സിംഗ് ഡയഗ്നോസിസ് നോർമൽ റിസ്ക് മെറ്റേണൽ ബ്ലീഡിങ് ഉണ്ടാവും. അത് തന്നെ പ്രയോറിറ്റൈസ് ചെയ്യണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതല്ലേ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. പെയിൻ ഉണ്ടാകും, ടോട്ടാലിസ് ഒക്കെ ആണെങ്കിൽ പെയിൻ ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, അക്യൂട്ട് പെയിന് പിന്നെ ആയിരിക്കും റിസ്ക്, ബ്ലീഡിംഗ് ആണ് ഫസ്റ്റ് പ്രയോറിറ്റി വരിക. പിന്നെ ഫിയർ, ആൻസൈറ്റി, സോഷ്യൽ ഐസൊലേഷൻ ഉണ്ടാവും. പിന്നെ ഫിയറും ആൻസൈറ്റി ഉണ്ടാകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീറ്റൽ കോംപ്ലിക്കേഷൻ ഉണ്ടായതുകൊണ്ടാണ്. നോളജ് ഡെഫിസിറ്റ് ഉണ്ടാവും. ഇപ്പം പ്ലാസന്റ പ്രീവിയ ആണ് എന്നൊരു സാധാരണ ആൾക്കാരോട് പറഞ്ഞാൽ അവർക്ക് അതിനെ അറിയില്ല, ഇതെന്ത് ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഫെർദർ ആയിട്ട് ഞാൻ എന്തൊക്കെ മാനേജ് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ബെഡ് റെസ്റ്റ്, പ്ലാസന്റ പ്രീവിയ ഉള്ളവർക്ക് നമ്മൾ മാക്സിമം ഈ എന്താ പറയാ വർക്കും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കുറച്ചേ കൊടുക്കുള്ളൂ. കൂടുതലും റെസ്റ്റ് എടുക്കാനാണ് നമ്മൾ പറയുന്നത്, കാരണം ബ്ലീഡിങ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ദെൻ കോംപ്ലിക്കേഷൻ, ഞാൻ മെറ്റേണൽ കോംപ്ലിക്കേഷനും ഫീറ്റൽ കോംപ്ലിക്കേഷൻ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ട് തന്നിരിക്കുന്നത്. ഇവിടെ ഒരു കണ്ടീഷനിലായതുകൊണ്ടാണ് ഹെമറേജും ഹൈപ്പോവോളിമിക് ഷോക്കും ഇൻഫെക്ഷനും ഉണ്ടാകാം. സർജറി ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ സിസേറിയൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇൻഫെക്ഷൻസും കാര്യങ്ങളും വരാനുള്ള റിസ്ക് കൂടുതലാണ്. അതൊരു കോംപ്ലിക്കേഷനും കൂടെയാണ്. യുട്രൈൻ റപ്ചറും പ്ലാസന്റൽ അബ്രപ്ഷൻ വരാനും, അതായത് ഇല്ലേ അബ്രപ്ഷൻ പ്ലാസന്റ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോംപ്ലിക്കേഷൻ ആണ്. കാരണം പ്ലാസന്റ പ്രീവിയ അല്ലെങ്കിൽ പ്ലാസന്റ പ്രീവിയ ഉള്ള ആളുകൾക്ക് അടുത്ത പ്രാവശ്യം എന്താണ് അബ്രപ്ഷൻ പ്ലാസന്റ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അബ്രപ്ഷൻ പ്ലാസന്റ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. പിന്നെ കോയാഗുലോപ്പതി വരാം, DIC വരാനുള്ള ചാൻസ് ഉണ്ട്, അനീമിയ വരാം, കാരണം ഒത്തിരി ബ്ലഡ് ലോസ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഷോക്കും അനീമിയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഫെർദർലി ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും നേരത്തെ പറഞ്ഞില്ലേ നെക്സ്റ്റ് ടൈം പ്ലാസന്റ പ്രീവിയ വരാനുള്ള ചാൻസും വളരെ കൂടുതലാണ്.
ഫീറ്റൽ കോംപ്ലിക്കേഷൻ എന്തൊക്കെയായിരിക്കും? പ്രീമച്വർ ബർത്ത്, ലോ ബർത്ത് വെയ്റ്റ്, ആർഡിഎസ്, ഡിസ്ട്രസ്, ഗ്രോത്ത് റിട്ടാർഡേഷൻ, പെരിനിറ്റൽ മോർട്ടാലിറ്റി, ബർത്ത് ആസ്ഫിക്സിയ, ലോങ് ടേം ഡെവലപ്മെന്റൽ ഡിലേസ്. എന്താ ലോങ് ടേം ഡെവലപ്മെന്റൽ ഡിലേസ്? നമ്മൾ പറഞ്ഞു മോസ്റ്റ്ലി നമ്മൾ കുറേ നാൾ മുന്നേ അല്ലെങ്കിൽ ടേം ആവുന്നതിന് മുന്നേ നമ്മൾ ബേബിനെ ഡെലിവറി ചെയ്യിക്കും അല്ലേ? അപ്പോൾ കുട്ടി ആ ഒരു ടേം ആയിട്ട് വരാൻ ഒത്തിരി ടൈം എടുക്കും. അപ്പോൾ ഒത്തിരി ഡിലേ ഉണ്ടാവില്ലേ? അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ കോംപ്ലിക്കേഷൻ എഴുതുമ്പോൾ ബോക്സ് വരച്ച് താഴെ ഫീറ്റൽ കോംപ്ലിക്കേഷൻ, മെറ്റേണൽ കോംപ്ലിക്കേഷൻ എന്ന് എഴുതിയിട്ട് വേണം കോംപ്ലിക്കേഷൻ എഴുതാനുള്ളത്. അവിടെ 6 മാർക്ക് കൊണ്ട് കളയല്. ഡയഗ്നോസ്റ്റിക്സിൽ കളയരുത്, സിംറ്റംസ് കളയ ചെയ്യരുത്. പിന്നെ ഉള്ളത് കോസസ് ആണ്. കോസസ് എപ്പോഴും മാക്സിമം ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ തന്നെ എഴുതാൻ നോക്കുക. മനസ്സിലായല്ലോ? ഇത് കുറച്ച് ജനറലി പഠിച്ചു വെച്ചാൽ എല്ലായിടത്തും ഈസി ആപ്ലിക്കബിൾ ആയിട്ടുള്ള കോസസ് ആണ് ഉള്ളത്. പിന്നെ ഇതിനുള്ള മാനേജ്മെന്റ് പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ നിങ്ങൾ ഇപ്പം നമുക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഹെഡിങ്ങിന് അണ്ടറിൽ എഴുതിയത്. നോർമലി നമ്മൾ എഴുതുമ്പോൾ CS തന്നെയാണ് എഴുതുന്നത്, പിന്നെ ബെഡ് റെസ്റ്റ്. പിന്നെ നമുക്ക് കുറച്ച് ആഡംബരം ആയിക്കോട്ടെ എന്ന് കുറച്ച് കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.